ഒരു കാലത്ത് രവി തന്റെ പട്ടണത്തിന്റെ അഭിമാനമായിരുന്നു, സമ്പന്നനും ആത്മവിശ്വാസമുള്ളവനും ഓരോ വാക്കും കേട്ട് ചിരിക്കുന്ന സുഹൃത്തുക്കളാൽ ചുറ്റപ്പെട്ടവനുമായിരുന്നു. എന്നാൽ ഒരു കൊടുങ്കാറ്റ് ഫാക്ടറി തകർത്തതിനെ തുടർന്ന് അച്ഛന്റെ ബിസിനസ് തകർന്നപ്പോൾ പണം അപ്രത്യക്ഷമായി. സുഹൃത്തുക്കളും അങ്ങനെ തന്നെ. അവന്റെ രക്തത്തിൽ നിർഭാഗ്യം പടർന്നിട്ടുണ്ടെന്ന് മന്ത്രിച്ചുകൊണ്ട് അവന്റെ അടുത്ത ബന്ധുക്കൾ പോലും പിന്തിരിഞ്ഞു. കുറച്ചുനേരം രവി നിശബ്ദതയിലേക്ക് വീണു. കീറിയ ഒരു ബാക്ക്പാക്കും ഖേദത്തിന്റെ വേദനയും മാത്രമായി തെരുവുകളിൽ അലഞ്ഞു. ഒരു രാത്രി അവന്റെ അമ്മ മൃദുവായി പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ കൈകളുണ്ട്, നിങ്ങളുടെ ഹൃദയവും. അവ ഉപയോഗിക്കുക. അവളുടെ വാക്കുകൾ ആഴത്തിൽ സ്പർശിച്ചു. പിറ്റേന്ന് രാവിലെ രവി ഒരു മെക്കാനിക്കിന്റെ കടയിൽ ജോലി കണ്ടെത്തി. കൈപ്പത്തിയിൽ നിന്ന് രക്തം വരുന്നതുവരെ അവൻ മിനുക്കി, നന്നാക്കി, വൃത്തിയാക്കി. എല്ലാ വൈകുന്നേരവും മിന്നുന്ന തെരുവുവിളക്കിനു കീഴിൽ അവൻ യന്ത്രങ്ങൾ പഠിച്ചു, പരാജയം അംഗീകരിക്കാൻ വിസമ്മതിച്ചു. വർഷങ്ങൾ കടന്നുപോയി. അവൻ സ്വന്തമായി ഒരു ചെറിയ വർക്ക്ഷോപ്പ് തുറന്നു. പാരമ്പര്യത്തിൽ നിന്നല്ല, പരിശ്രമത്തിൽ നിന്നാണ് നിർമ്മിച്ചത്. താമസിയാതെ അവന്റെ സത്യസന്ധയും വൈദഗ്ധ്യവും കൊണ്ട് ആകർഷിക്കപ്പെട്ട ഉപഭോക്താക്കൾ അവന്റെ വാതിലുകൾ നിറച്ചു. ഒരു ദിവസം ഒരിക്കൽ അവനെ പരിഹസിച്ച ഒരാൾ ജോലി ചോദിച്ചു വന്നു. ആ ഏകാന്ത രാത്രികളെ ഓർത്തുകൊണ്ട് രവി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, സമ്പാദിക്കാൻ തയ്യാറുള്ള ആർക്കും ജോലിയുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടു, പക്ഷേ അതിലും വലിയ ഒന്ന് കണ്ടെത്തി, സ്ഥിരോത്സാഹത്തിൽ നിന്ന് ജനിച്ച പൂർണ്ണത.